2016 പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോ ഒരു DGP-യെ കൊണ്ടുവന്നു, ലോകനാഥ ബെഹ്റ. അത് കൂടാതെ തന്നെ ഉപദേശിക്കാൻ ഒരു ഉപദേശകരെ വെച്ചു, രമൺ ശ്രീവാസ്തവ. ഈ രണ്ടുപേരുടെയും നിയമനം വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ്, ഒരു ഭാഗം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, 2016 മുതൽ ഞങ്ങൾ കേരളത്തോട് പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്നോ കേരള സെക്രട്ടേറിയറ്റിൽ നിന്നോ AKG സെന്ററിൽ നിന്നോ അല്ല, അത് നാഗപ്പൂരിലെ RSS ആസ്ഥാനത്ത് നിന്നാണ് എന്ന് കേരളത്തോട് ഞങ്ങൾ പറയുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടായി 2 വിദ്വാൻമാർ വന്നത്. ആ വിദ്വാൻമാരുടെ നിയമനത്തിൽ ഒപ്പിട്ടതിന് ശേഷമാണ് പിണറായി വിജയൻ ആ കസേരയിൽ അമർന്നിരിക്കാൻ പറ്റിയത്. അത് സംഘപരിവാർ പിണറായി വിജയൻ നൽകിയ ഔദാര്യമാണ്. ആ ഔദാര്യം കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. എന്നിട്ട് ഈ വിദ്വാൻമാരായ 2 ആളുകൾ വന്നു, സംഘപരിവാറിന് മുട്ട വെച്ചു, അത് അടവച്ചു, അത് വിരിഞ്ഞു. ആ വിരിഞ്ഞ കുട്ടികളുടെ പേരാണ് MR അജിത് കുമാറും നമ്മുടെ മലപ്പുറത്തെ പഴയ SP പേരെന്താ, സുജിത് ദാസ്. ഇതെല്ലാം അതിൽ വിരിഞ്ഞു വന്ന മക്കളാ. അതുകൊണ്ടാണ് അവർ മലപ്പുറത്ത് ഭീകരവൽക്കരിക്കാൻ ശ്രമിച്ചത്, മുദ്ര ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോ RSS-ന് കേരളത്തിലെ പോലീസിനകത്ത് ശാഖയുണ്ട്. കേരള പോലീസിന്റെ അകത്ത് RSS ശാഖയ്ക്ക് പക്ഷേ കാവൽ നിൽക്കുന്നത് RSS-കാരല്ല, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനാണ് എന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. RSS ശാഖയുടെ കാവൽക്കാരനായി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മാറുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെസ് കളി അറിയാം. ആ ചെസ്സിൽ കളി അങ്ങനെ മുന്നോട്ട് പോകുമ്പോ രാജാവിനെ ചെക്ക് വിളിച്ചാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല, കളി തോറ്റു എന്നാണ്. പിന്നെ നിലനിൽക്കണമെങ്കിൽ മറുവശത്തിരിക്കുന്നവന്റെ ഔദാര്യം വേണം. സഖാവ് പിണറായി വിജയനെ RSS ചെക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അനങ്ങണമെങ്കിൽ, ശ്വാസം വിടണമെങ്കിൽ അത് RSS-ന്റെ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലേ പോകാൻ പറ്റൂ. നമ്മുടെ മന്ത്രി റിയാസ് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടി പറയുന്നു ഞങ്ങൾ തമ്മിൽ എന്തോ സഖ്യമാണെന്ന്. വീണ വിജയനെ ചെന്നൈയിൽ SFIO എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി വിളിച്ചിട്ട് ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനിയെങ്കിലും സമ്മതിച്ചൂടെ ഞങ്ങൾ തമ്മിൽ സഖ്യമില്ല? ബാലകഥയിലുണ്ട് ഈ ജാതി കളികൾ. കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ഛനും തമ്മിലുള്ള ഒരു സംഗതിയുണ്ട്, സർക്കാരത്തിന് വിളിച്ച കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. റിയാസെ, ഈ ജാതി കഥകളൊണ്ടൊന്നും കേരളത്തെ പറ്റിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കെണിയിൽപ്പെട്ടിരിക്കുന്നു, സംഘപരിവാറിന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ആ മുദ്ര ചാർത്താൻ ശ്രമിക്കുക. പൂരപ്പറമ്പിലെ കള്ളൻ എന്നൊരു പ്രയോഗമുണ്ട്. മോഷ്ടിച്ച സ്വത്തുമായി ഓടിപ്പോകുമ്പോ തന്നെ പിന്തുടരുന്ന ജനം തന്നെ പിടിക്കാതിരിക്കാൻ കള്ളന്റെ മുന്നേ പോകുന്നേ എന്ന് വിളിക്കുന്ന പൂരപ്പറമ്പിലെ കള്ളനെ പോലെ സംഘപരിവാറിന്റെ ദാസ്യപ്പണിയെടുത്തിട്ട് ആ മുദ്ര മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്.